ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നൊരു കൊച്ചു കഥയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ന്യൂ ലൈഫ് വിഷൻ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മുടെ കഥയുടെ പേര് കാത്തിരിപ്പിന് മറുപടിയാണ്. ഒരു വലിയ ഗ്രാമത്തിൽ പഴക്കം ചെന്ന മനോഹരമായൊരു ഭവനം ഉണ്ടായിരുന്നു. ആ വീട്ടിൽ ധനികനായ ഒരു മുതലാളി ഉണ്ടായിരുന്നു. ആ വീട്ടിൽ 2 പൂച്ചകൾ താമസിച്ചിരുന്നു. ഒന്നിൻ്റെ പേര് മണിയൻ, മറ്റതിൻ്റെ പേര് അമ്മണി. മണി നല്ല മിനുസമുള്ള രോമവും വലിയ ശരീരവുമുള്ള പൂച്ചയായിരുന്നു. അവൻ എപ്പോഴും മുതലാളിയെ കാൽക്കൽ ചുറ്റി നടക്കും. അതുകൊണ്ട് മുതലാളി അവനോട് പ്രത്യേക ഇഷ്ടമായിരുന്നു. എന്നാൽ അമ്മണി വളരെ ശാന്തയും സ്നേഹമുള്ളതും ആരെയും ഉപദ്രവിക്കാത്തതുമായ ഒരു പൂച്ചയായിരുന്നു. വീട്ടിൽ എലികളെ പിടിച്ചാലും അവളെ ആരും ശ്രദ്ധിക്കില്ല. ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് പോലും പലപ്പോഴും അവളെ മറന്നുപോകും. മണീൻ്റെ പാത്രം എപ്പോഴും നിറഞ്ഞിരിക്കും. അമ്മണിയുടെ പാത്രം പലപ്പോഴും ശൂന്യമായിരിക്കും. ഒരു ദിവസം രാവിലെ മണിയൻ രുചിയുള്ള പാലും മീനും കഴിച്ചുകൊണ്ടിരുന്നു. വിശപ്പോടെ നിന്ന് അമ്മണി അത് നോക്കി. മണിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മണി നോക്കൂ, എനിക്ക് എത്ര നല്ല ഭക്ഷണം, നിനക്ക് ഒന്നുമില്ല. അമ്മണി ഒന്നും പറഞ്ഞില്ല. അവൾ പതുക്കെ വീട്ടുമുറ്റത്തെ വലിയ മാവിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. വിഷമത്തോടെയാണ് നടക്കുന്നത്. അവിടെ ഇരുന്ന് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ കണ്ണുനീരൊഴിഞ്ഞു നിറഞ്ഞു. അവൾ ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് ആരോടും പകയില്ല, ആരെയും വെറുക്കുന്നില്ല. എന്നോട് വേർതിരിവ് കാണിക്കുന്നവരുടെ ഹൃദയം നീ മാറ്റണമേ. എനിക്ക് ആവശ്യമായ ആഹാരം നൽകണമേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും അമ്മണി പ്രാർത്ഥിച്ചു. ഭക്ഷണം കിട്ടാത്ത ദിവസങ്ങളിലും അവൾ പരാതിപ്പെട്ടില്ല. മണീനെ കണ്ടു അസൂയപ്പെട്ടില്ല. മറിച്ച് അവൾ വിശ്വസിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു രാത്രി മുതലാളി ഉറങ്ങുകയായിരുന്നു. ആ രാത്രി അവൻ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരു ശബ്ദം കേട്ടു, നിന്റെ വീട്ടിൽ വിശന്നിരിക്കുന്ന ഒരു ജീവിയുണ്ട്. നീ ഒരാളെ മാത്രം സ്നേഹിക്കുന്നു, മറ്റൊരാളെ മറക്കുന്നു. മുതലാളി ഞെട്ടി ഉണർന്നു. രാവിലെ അവൻ അടുക്കളയിലേക്ക് നടന്നു. അവിടെ അമ്മണി ക്ഷീണിച്ചു കിടക്കുന്നത് കണ്ടു. ആ കാഴ്ച അവൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു. അയ്യോ, ഇവൾ ഇത്രയും നാളായി വിശന്നിരിക്കുകയായിരുന്നോ? അവൻ ഉടനെ ഒരു വലിയ പാത്രത്തിൽ പാലും മീനും കൊണ്ടുവന്നു കൊടുത്തു. അമ്മണിയുടെ മുന്നിൽ വെച്ചു. അമ്മണിക്ക് ആദ്യം വിശ്വസിക്കാനായില്ല. അവൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവൾ തല ഉയർത്തി നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി. ഹൃദയത്തിൽ അവൾ പറഞ്ഞു, നന്ദി ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. അത് കണ്ട മണിയൻ നിശബ്ദനായി. അവന് തൻ്റെ തെറ്റ് മനസ്സിലായി. അവൻ അമ്മണിയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, അമ്മണി, എന്നോട് ക്ഷമിക്കണം. നിന്റെ വിശപ്പിനെ ഞാൻ പരിഹസിച്ചു. ഇനി നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അമ്മണി പുഞ്ചിരിച്ചു. ആ ദിവസത്തിന് ശേഷം 2 പൂച്ചകളും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മുതലാളിയും പിന്നീട് ഒരിക്കലും പക്ഷപാതം കാണിച്ചില്ല. എല്ലാ ജീവികളോടും ഒരുപോലെ സ്നേഹം കാണിക്കാൻ അവൻ പഠിച്ചു. പ്രിയ കുട്ടികളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മറുപടി ഉടനെ ലഭിച്ചെന്ന് വരില്ല. പക്ഷെ ദൈവം ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. അവൻ ശരിയായ സമയത്ത് പ്രവർത്തിക്കുന്നതാണ് ദൈവം. പ്രാർത്ഥന സാഹചര്യങ്ങളെ മാത്രമല്ല, മനുഷ്യരുടെ ഹൃദയങ്ങളെ മാറ്റും. അമ്മണിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ഭക്ഷണം മാത്രമായിരുന്നില്ല. മുതലാളിയുടെ ഹൃദയം മാറിയതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് നാം ഒരിക്കലും പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും പക്ഷപാതം കാണിക്കരുത്. ആൺമക്കളോടും പെൺമക്കളോടും പ്രത്യേകമായ താല്പര്യം കാണിക്കരുത്. അവർ തുല്യരാണ്. അവരോട് ഒരുപോലെ നാം പെരുമാറണം. ദൈവത്തിൻ്റെ ദാനമാണ് എന്ന ഓർമ്മ നമുക്ക് വേണം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ ദൈവമാണ് നമുക്ക് നൽകിയതെന്നുള്ള, ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആണെന്നുള്ള ആ വലിയ ബോധ്യം നമുക്ക് വേണം. ദൈവമാണ് ഈ കുട്ടികളെ നമ്മളെ ഫലമേൽപ്പിച്ചത്. അതുകൊണ്ട് ടീച്ചർമാരായാലും മാതാപിതാക്കളായാലും നാം പക്ഷപാതം കാണിക്കരുത്. യാക്കോബിന്റെ ലേഖനത്തിലെ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. യാക്കോബിന്റെ ലേഖനം 1:2 ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ,
തേജസ് ഉള്ളവനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അപ്പൊ ബൈബിൾ പറയുന്നു, വചനം പറയുന്നു, നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. അത് സഭയിലായാലും സ്കൂളിലായാലും കുടുംബത്തിലായാലും നമ്മൾ മുഖപക്ഷം കുട്ടികളോട് കാണിക്കരുത്. കുട്ടികളോട് നല്ല ആരോടും കാണിക്കരുത്. അപ്പോൾ കുട്ടികളോട് പറയാനിരിക്കുള്ളത് ഇതാണ്: നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിരാശപ്പെടുകയോ വീട്ടിൽ വഴക്കുണ്ടാക്കുകയോ അല്ല വേണ്ടത്. വചനം പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. കൊലോസ്യർ ലേഖനം 4:2. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. കർത്താവായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, കാത്തിരിക്കാൻ ക്ഷമയും നിന്നിൽ വിശ്വസിക്കാൻ വിശ്വാസവും എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഹൃദയവും ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു ഓൾ.